35,000-ലധികം കോടി ഇന്ത്യൻ രൂപ UAE-യിലേക്ക് നിക്ഷേപമായി വന്നിട്ടുള്ളതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക്. RBIയുടെ കണക്ക് പ്രകാരം. അപ്പൊ അത്രയും വലിയൊരു ബൂമാണ് ഇവർ വരുന്നത്. അപ്പൊ ഇതൊക്കെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നാട്ടിലൊരു ഡെവലപ്പർ, അപ്പൊ അവരെ പോലുള്ള ആളുകളെ നമ്മൾ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരിവിടെ വന്നിട്ട് തുടങ്ങുകയാണെങ്കിൽ അവരെടുക്കേണ്ടത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുള്ള ലൈസൻസ് ആണ്. റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ കണ്ടമാന ആക്ടിവിറ്റീസ് ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, പിന്നെ ഓൺ പ്രോപ്പർട്ടി ലീസിംഗ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രോപ്പർട്ടി മാനേജ്മെന്റ്, ഇങ്ങനെ പലതും ഉണ്ട്. ഈവൻ ഞങ്ങൾ ചെയ്യുന്ന ഓഫീസുകൾ വാടക കൊടുക്കുന്ന ഒരു ബിസിനസ് ഉണ്ട്, അത് റിയൽ എസ്റ്റേറ്റിന്റെ ആക്ടിവിറ്റിയിൽ വരുന്ന ബിസിനസ് സെന്റർ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അതിന് വെറും 25,000 ദിർഹംസ് മാത്രമേ ഈ ആക്ടിവിറ്റി ഫീ ആയിട്ട് ചാർജ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു ലാൻഡ് അവർക്ക് വേണം. ഒരു ഡെവലപ്പർ നാട്ടിൽ ഇവിടെ വന്നിട്ട് അയാളൊരു റെന്റൽ പ്രോപ്പർട്ടി, ഫോർ എക്സാമ്പിൾ ഓഫീസ് കോംപ്ലക്സ് അങ്ങനത്തെ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ഒരു റെസിഡൻഷ്യൽ ആയിട്ടുള്ള വില്ലകൾ വെക്കാമല്ലോ. അതിന് രണ്ട് ലൈസൻസുകളാണ് ആവശ്യമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരാള് ഒരു പ്രോപ്പർട്ടി ഡെവലപ്പർ ആവുന്നത് വേറെയും, അതേസമയം ഓൺ പ്രോപ്പർട്ടി അതേ ലൈസൻസ് വെച്ചിട്ട് തന്നെ റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിന് നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറേജ് എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ ഒരു കാര്യം, ഒരു പ്രോപ്പർട്ടി ബ്രോക്കറേജ് ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല.